Okay. Good morning. Good morning. Sound on check it. Okay. Okay. Good morning. Good morning. So welcome to Malu Trader YouTube learning. Okay. Trading channel. Okay. So നമ്മൾ ഇന്ന് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള അനാലിസിസ് ആണ്. നെക്സ്റ്റ് വീക്കിലെ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ്. ഓക്കെ. സോ എവറി വീക്ക് നമ്മൾ അങ്ങനെ അനാലിസിസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ റെക്കോർഡ് സെഷൻസ് എന്തായാലും ഉണ്ടാവും. സോ അതുകൊണ്ട് ലൈവിൽ ഇപ്പം നിലവിലില്ലാത്തവർക്ക് എന്തായാലും അപ്ലോഡഡ് വീഡിയോ കണ്ടാൽ മതിയാവും. ഓക്കെ. സോ നമുക്ക് നോക്കാം ഗോൾഡ് ബേസ്ഡ് ഓൺ വീക്ക്ലി അനാലിസിസ്. ഓക്കെ. ഇത് നമ്മൾ ലാസ്റ്റ് ട്രേഡ് സെറ്റപ്പുകളൊക്കെ ആയിരുന്നു. ഓക്കെ, അതെല്ലാം അവിടെ കിടക്കട്ടെ. 182 drawings. ഓക്കെ. ഓക്കെ. സോ ഗോൾഡ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്. ഓക്കെ. based on monthly chart, gold shows buying evidence in August. Okay, August clear buying evidence. All over trend നോക്കുമ്പോഴത്തേക്ക് highest high. Okay, again highest high, bullish movement. Okay, bullish movement ന് ശേഷം, അതായത് ഓഗസ്റ്റിൽ ക്ലിയർ ബൈയിങ് എവിഡൻസിന് ശേഷം സെപ്റ്റംബർ ഒക്ടോബറിൽ ഇൻവെർട്ടർ ഹാമറാണ്. ഓക്കെ. സോ ഇൻവെർട്ടർ ഹാമറിലാണ് ലാസ്റ്റ് വീക്കിൽ ഗോൾഡ് എൻഡ് ആയിട്ടുള്ളത്. നവംബറിൽ നമ്മൾ നോക്കുമ്പോൾ ഗോൾഡ് ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ ആയിട്ടുണ്ട്. സോ ബേസ്ഡ് ഓൺ ദിസ് monthly chart, based on this monthly chart, ഈ ഇൻവെർട്ടർ ഹാമറിനെ ബേസ് ചെയ്തിട്ട് ബുള്ളിഷ് മൂവ്മെൻറ്റിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ഫോർകാസ്റ്റിംഗ് നടക്കും. അതേ സോ ഇപ്പോഴുള്ള നിലവിലുള്ള ക്യാൻഡിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ബുള്ളിഷായിട്ട് തന്നെ നിൽക്കുകയാണ്. ഓക്കെ. സോ ഇത് ബ്രേക്ക് ഔട്ട് ആവുകയാണെങ്കിൽ, അതായത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ടിൽ നമുക്ക് ഈ ഇൻവെർട്ടർ ഹാമറിനെ ബേസ് ചെയ്തുകൊണ്ട് ലോങ് പൊസിഷൻസ് ട്രേഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. സോ മനസ്സിലാവുന്നോ? അതായത് മന്ത്ലി ചാർട്ടിനെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് പറയണത്. ഓക്കെ. സോ ഇങ്ങനൊരു മൂവ്മെൻറ്റ്, അതായത് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ ഇത്രയും വരും. ഈ ഒരു സെറ്റപ്പ് കണ്ടോ? ഇൻവെർട്ടർ ഹാമർ ആയത് കാരണം ബുള്ളിഷ് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ മാക്സിമം മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ. ഓക്കെ. സോ ഇതാണ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ടിൽ ഗോൾഡിലുള്ള ഒരു മൂവ്മെൻറ്റ് ഫോർകാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. സോ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവലിൽ നോക്കുമ്പോൾ ഗോൾഡ് ഓക്കെ ഓവർ ബ്രോട്ട് കണ്ടീഷനിൽ നിന്നുള്ള ഒരു റിജക്ഷൻ കേട്ടോ. റിജക്ഷന് ശേഷം ഈ നവംബറിലെ ക്യാൻഡിൽ ഇപ്പോഴും ബുള്ളിഷാണ്. അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡിൽ വീണ്ടും എഗെയിൻ ബുള്ളിഷ് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് ആണുള്ളത്. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഗോൾഡിനെ ബുള്ളിഷ് മൂവിൽ തന്നെയാണ്. ഓഗസ്റ്റ് മന്തിൽ ക്ലിയർ ബുള്ളിഷ് എവിഡൻസ് നമുക്ക് തന്നു. അതിനെ റെസ്പെക്റ്റ് ചെയ്ത് സെപ്റ്റംബറിലും ഒക്ടോബറിലും മൂവ്മെൻറ്റ് ഉണ്ടായി. ഒക്ടോബറിലെ മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഹാമറിലാണ് എൻഡ് ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടർ ഹാമർ ആയതുകൊണ്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മുകളിലോട്ട് വരാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. ഓക്കെ. സോ ഇതാണ് ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഗോൾഡിൽ നമുക്കൊരു അനാലിസിസ് ഇപ്പോഴും പറയാൻ പറ്റുന്നത്. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട്
ഗോൾഡ് പ്രീവിയസ് മന്തുകളിലെല്ലാം ഉണ്ടായിരുന്ന ആ ബുള്ളിഷ് റാലി, അതായത് ഹയർ ഹൈ ഓക്കെ. സോ അഗെയിൻ ഹയർ ഹൈ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈയിലാണ് ഓക്കെ. ബേസ്ഡ് ഓൺ ദിസ് സെറ്റപ്പ് ഇമ്പൾസീവ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹയർ വിക്ക് ഉണ്ടല്ലോ, അതായത് ഈ മന്തിലെ ഹയർ വിക്ക് ബ്രേക്ക് ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു ട്രേഡിങ്ങിന്, അതായത് ലോങ് ടൈമിലേക്ക് ഉള്ള ഗോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫോർകാസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴും റിസ്ക് ആൻഡ് റിവാർഡ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദിസ് സെറ്റപ്പ് റിസ്ക് ആൻഡ് റിവാർഡ് റേഷ്യോ ഫേവറാണ്. ബിക്കോസ് ഇൻവെർട്ടർ ഹാമറിനെ ബേസ് ചെയ്തുകൊണ്ട് SL എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ലെവൽ മാക്സിമം പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈ ഓക്കെ. സോ ബുള്ളിഷ് മൂവ്മെൻറ്റിലേക്ക് ഗോൾഡ് വരുവാണെങ്കിൽ ഇതിനുള്ള ചാൻസാണ് ദിസ് നെക്സ്റ്റ് 2 മന്ത് കൊണ്ടായിരിക്കാം മേ ബി എന്ത് ചെയ്യാം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ്. അതല്ല ഇതിൽ സെല്ലിംഗ് എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ദെയർ ഈസ് നോ സെല്ലിംഗ് എവിഡൻസ് എവിടെയും തന്നെ ഇല്ല ഓക്കെ. ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ക്ലിയർ ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് ഉള്ളത് ഓക്കെ. ഇങ്ങനൊരു സെറ്റപ്പാണ് നിലവിൽ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് ഗോൾഡിൽ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ. സോ ഇനി വീക്ക്ലി ചാർട്ടിലേക്ക് മൂവ് ചെയ്യാം. ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് ഗോൾഡിലെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് വീക്കിലെ ലോവർ വിക്കിനെ അത് ഇതുവരെയും ബ്രേക്ക് ചെയ്തില്ല, അതോടൊപ്പം തന്നെ ഹയർ വിക്കിനെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇതാണ് അവസ്ഥ. വീക്ക്ലി ചാർട്ടിലെ കണ്ടീഷൻ ഇതാണ്, കണ്ടോ, ഒരു ഡോജി പോലെയാണ് നിൽക്കുന്നത് ഓക്കെ. സോ ബേസ്ഡ് ഓൺ മന്ത്ലി ചാർട്ട് നമുക്കൊരു സെൽ സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ്, അതായത് ഇമ്പൾസീവ് സെൽ എടുക്കണമെങ്കിൽ 3890 ലോവർ. അതുപോലെ തന്നെ ഇമ്പൾസീവ് ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4107 ഓക്കെ. ബട്ട് ക്യാൻഡിൽ എൻഡ് ചെയ്തിരിക്കുന്നത്, അതായത് പ്രീവിയസ് ക്യാൻഡിൽ എൻഡ് ചെയ്തിരിക്കുന്നത് ഒരു നോ ഡിമാൻഡ് ക്യാൻഡിൽ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നോ ഡിമാൻഡ് ആക്റ്റീവ് ആവുകയാണെങ്കിൽ എഗെയിൻ ഫോൾ, നോ ഡിമാൻഡ് ആക്റ്റീവ് ആണ്. വീക്ക്ലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഗോൾഡിൽ പ്രീവിയസ്ലി സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്, റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടക്കുന്ന സെല്ലിംഗ് എവിഡൻസ് നിലവിലുണ്ട്. ദിസ് വൺ ഈസ് എ സെല്ലിംഗ് എവിഡൻസ്. നമ്മളെപ്പോഴും എല്ലാ വീക്ക്ലി അനാലിസിസിലും നമ്മൾ ഈ ഒരു എവിഡൻസ് മാർക്ക് ചെയ്യാറുണ്ട്. സോ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് ആണെങ്കിൽ, അതായത് ഈ ബിയറിഷ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഗോൾഡിൽ ഹെവി ക്രാഷിനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ. ഹെവി ക്രാഷ് എന്ന് പറഞ്ഞാൽ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ 3400 ലെവൽ വരെയൊക്കെയാണ് വരേണ്ടത് ഓക്കെ. 3400 നൗ ചാൻസസ് അത് റയർ ചാൻസ് ആണ്. ബട്ട് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ഗോൾഡ് ഹെവി ഒരു ക്രാഷിനുള്ള ചാൻസാണ് ഉണ്ടാവുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3507 ലെവലിൽ ഒരു സപ്പോർട്ട് ലെവൽ വരുന്നുണ്ട് ഓക്കെ. സോ ഇതാണ് ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. വീക്ക്ലി ചാർട്ട് ഒക്ടോബർ ലാസ്റ്റ് വീക്കിന് മുമ്പ്, ഒക്ടോബർ 20, അതായത് ഒക്ടോബറിലെ ലാസ്റ്റ് 2 വീക്കിന് മുന്നേ ഗോൾഡിൽ ബുള്ളിഷ് റാലി ആയിരുന്നു എല്ലാ വീക്കിലും ഓക്കെ. ഓഗസ്റ്റിന് ശേഷമുള്ള ബുള്ളിഷ് റാലി ആയിരുന്നു നടന്നത്. സോ അതിനുശേഷം ഗോൾഡിൽ ഒരു ഓവർ ബ്രോഡ് കണ്ടീഷനിൽ നിന്നുള്ള റിജക്ഷൻ. ഇപ്പോഴും ഇത് സെൽ സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ വീക്ക്ലി അനാലിസിസ് ഓക്കെ. വീക്ക്ലി അനാലിസിസ് നമുക്ക് ഒരു ഇമ്പൾസീവ് ബൈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ അപ്പർ വിക്കിനെയും അതുപോലെ തന്നെ പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോവർ വിക്കിനെ ഇതുവരെയും ബ്രേക്ക് ചെയ്തിട്ടില്ല ലാസ്റ്റ് വീക്കിൽ ഓക്കെ. സോ ഇത് ഒക്ടോബർ ലാസ്റ്റ് വീക്കിലെ ക്യാൻഡിലാണ്. ഇത് നവംബർ ഫസ്റ്റ് വീക്കിലെ ക്യാൻഡിൽ ഒരു നോ ഡിമാൻഡിലാണ് എൻഡായിരിക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ അഗൈൻ ഫോൾ. ഈ നോ ഡിമാൻഡ് ആക്റ്റീവ് ആവുകയാണെങ്കിൽ, ലാസ്റ്റ് വീക്കിലെ ഈ ക്യാൻഡിൽ നോ ഡിമാൻഡ് ആയിട്ട് ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഗോൾഡ് വിൽ ഫോൾ അഗൈൻ ബേസ്ഡ് ഓൺ വീക്ക്ലി ചാർട്ട് ഓക്കെ. സോ ഇതാണ് നമുക്ക് വീക്ക്ലി അനാലിസിസ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക്
ഡെയിലി ക്യാൻഡിൽ നോക്കാം. ഡെയിലി ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ക്യാൻഡിലിൽ ടുഡേ ഡെയിലി ക്യാൻഡിലാണിത്. ഗോൾഡിൻ്റെ ടുഡേ ഡെയിലി ക്യാൻഡിൽ. ടുഡേ ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഗോൾഡിൽ പ്രീവിയസ് ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ദിസ് വൺ. ഓക്കെ, ഇതാ സെപ്റ്റംബർ 24 എന്ന് പറഞ്ഞാൽ പോൾ സ്പീച്ച് നടന്ന ആ ദിവസത്തെ ഫോളാണ് അത്. അന്ന് ആ എവിഡൻസ് അവിടെ ഉണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് നിലവിൽ ഇതുവരെയും ഫോള് ഉണ്ടായിട്ടില്ല. സോ ബേസ്ഡ് ഓൺ ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഗോൾഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. അതോടൊപ്പം തന്നെ അതിൽ ബൈയിങ് എവിഡൻസുകൾ, അതായത് ബുള്ളിഷ് എവിഡൻസുകളുണ്ട്. കാണിക്കാം. മദർ ക്യാൻഡിൽ ദിസ് വൺ. മദർ ക്യാൻഡിൽ വാലിഡായിട്ട് നിൽക്കുകയാണ്. സോ ദാറ്റ് മീൻസ് ബേസ്ഡ് ഓൺ ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ വാലിഡായിട്ട് നിൽക്കുകയാണ്. കാണിക്കാം. കണ്ടോ, ഇത് ബിയറിഷ് എൻഗൾഫിക്കേഷൻ ഇതിൽ ഉണ്ടായിട്ടില്ല. ഈ ഒരു ക്യാൻഡിൽ ഇത് ബുള്ളിഷ് എവിഡൻസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഒരു ബുള്ളിഷ് എവിഡൻസ് കിടപ്പുണ്ട്. കാണിക്കാം. ദിസ് വൺ. അതൊരു തേഴ്സ്ഡേ. ഓക്കെ, 20th മൺഡേ ഒക്ടോബർ. ഓക്കെ, അത് ബുള്ളിഷ് എവിഡൻസ് ആണ്. സോ നെക്സ്റ്റ് ബുള്ളിഷ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ദിസ് വൺ. ഓക്കെ, സോ അത് തേഴ്സ്ഡേ 23rd ഒക്ടോബർ തേഴ്സ്ഡേ. സോ ഈ ഒരു ബുള്ളിഷ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 30. ഓക്കെ, സോ ഒരു സെല്ലിംഗ് എവിഡൻസ്, ന്യൂ സെല്ലിംഗ് എവിഡൻസ് ഇവിടെയുണ്ട്. അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഫോളും വന്നിട്ടില്ല. ഇതാണ് കണ്ടീഷൻ. ഇതെന്ന് വെച്ചാൽ നവംബർ 4. ഓക്കെ, സോ ഗോൾഡ് ഡെയിലി ക്യാൻഡിൽ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ഡെയിലി ക്യാൻഡിൽ റീസെൻ്റ് ആയിട്ടൊരു സെല്ലിംഗ് എവിഡൻസ് അതായത് 4-ാം തീയതി. ഓക്കെ, ഇതും വാലിഡായിട്ട് കിടക്കുകയാണ്. ഈ ഒരു മദർ ക്യാൻഡിലും വാലിഡായിട്ട് കിടക്കുകയാണ്. ഈ മദർ ക്യാൻഡിൽ ആക്റ്റീവ് ആണെങ്കിൽ ഇത് ബുള്ളിഷ് ഒരു മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ഇതിൽ നമ്മൾ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെർട്ടർ ഹാമർ മൂവ്മെൻ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. കണ്ടോ, ഇൻവെർട്ടർ ഹാമർ ആക്റ്റീവ് ആണെങ്കിൽ എഗെയിൻ ദിസ്. ഓക്കെ, ഇൻവെർട്ടർ ഹാമർ പാറ്റേൺ ആക്റ്റീവ് ആവുകയാണെങ്കിൽ സോ എഗെയിൻ ഗോൾഡിൽ നമ്മൾ ഇങ്ങനൊരു മൂവ്മെൻറ്റിനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല പ്രീവിയസ് ഒരു സെല്ലിംഗ് എവിഡൻസ് 4, അതായത് 4-ാം തീയതിയുള്ള നവംബർ 4-ാം തീയതിയുള്ള പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. ആ സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഒരു ഫോൾ വന്നിട്ടില്ല. അതായത് ഇനി നെക്സ്റ്റ് ഡേയിൽ ഇപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഡേയിൽ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് ഇൻവെർട്ടർ ഹാമറായിട്ടാണ്. ഇൻവെർട്ടർ ഹാമർ മീൻസ് നെക്സ്റ്റ് മൺഡേയിൽ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തൊരു ബുള്ളിഷ് മൂവ്മെൻറ്റിനുള്ള ചാൻസ് ഉണ്ട്. ബുള്ളിഷ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സോ ഈ ഒരു ലെവൽ കണ്ടോ, അതായത് മുകളിലോട്ട് കയറിയാൽ ഈ ഒരു ലെവൽ 4050, ഈ ഒരു ലെവൽ മാക്സിമം മൂവ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാൻഡിലിനെ റെസ്പെക്റ്റ് ആയി കഴിഞ്ഞു, ഈ മദർ ക്യാൻഡിലിനെ റെസ്പെക്റ്റ് ആവും 4050 ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ. ഓക്കെ, സോ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4007, പിവോട്ട് റെസിസ്റ്റൻസ് 4007, അത് വാലിഡായിട്ട് നിൽക്കുന്നു. കണ്ടോ, ഈ പ്രീവിയസ് ഡേയിൽ അതായത് തേഴ്സ്ഡേയിൽ ഇൻവെർട്ടർ ഹാമർ, അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം മൂവ്മെൻറ്റ്. ഫ്രൈഡേയിൽ ക്യാൻഡിൽ എൻഡ് ആയിരിക്കുന്നത് ഇൻവെർട്ടർ ഹാമറായിട്ടാണ്. ഇൻവെർട്ടർ ഹാമർ മീൻസ് മൺഡേയിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിന് ഉള്ള ചാൻസ് ഉണ്ട് അതിൽ. ഓക്കെ, സോ അതല്ല ഈ ഹെഡ് ആൻഡ് ഷോൾഡർ ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഫോൾ അങ്ങനെ ഫോൾ ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്. കണ്ടല്ലോ, അതായത് ഗോൾഡിൽ നല്ലൊരു ക്രാഷ് വന്നാൽ
പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് ഈ 3700 ലെവൽ. 3700 ലെവലെന്ന് പറഞ്ഞാൽ 3900 ലെവലിലാണ് എന്താണ് ഗോൾഡ് മൂവ്മെൻറ്റ് ലാസ്റ്റ് നമ്മൾ കണ്ടത് 3900 ലെവൽ. ഓക്കെ, സോ $200 ഒന്നും അതിന് ഒരു പ്രയാസമുള്ള സംഭവമല്ല. ഈ ഫോളൊക്കെ നമ്മൾ കണ്ടതാണ്. ഓക്കെ, സോ ഹെഡ് ആൻഡ് ഷോൾഡർ ആക്റ്റീവ് ആവുകയാണെങ്കിൽ എഗെയിൻ ഫോളിനുള്ള ചാൻസാണ് കാണുന്നത്. നിലവിൽ ഗോൾഡ് ടെസ്റ്റ് ചെയ്തേക്കുന്ന ഡിമാൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. ഈ ഒരു ഡിമാൻഡ് ലെവൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് അത് റിജക്റ്റ് ചെയ്തത്. കണ്ടോ? സോ ഈ ലെവൽ ഇനി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ടും നമ്മുടെ പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് ഉണ്ടല്ലോ അതിനെ റെസ്പെക്റ്റ് ചെയ്യും. അതാണ് അടുത്ത ഡിമാൻഡ് ലെവൽ. ഓക്കെ, സോ ഇങ്ങനെയാണ് മൂവ്മെൻറ്റ് വരുന്നത്. അറ്റ് പ്രസൻറ്റ് ഗോൾഡിൽ ബുള്ളിഷ് എവിഡൻസുകളുണ്ട്. ബുള്ളിഷ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ 13th ഒക്ടോബറിലെ ബുള്ളിഷ് എവിഡൻസ് ആ മദർ ക്യാൻഡിൽ വാലിഡ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, കാര്യം അതിനെ എൻഗൾഫ് ചെയ്ത് ബിയറിഷ് ക്യാൻഡിൽ ഒന്നും വീണിട്ടില്ല. അങ്ങനെ വീഴണമെങ്കിൽ 3917 താഴെ പോകണം. ചാൻസസ് ഉണ്ട്, നെക്സ്റ്റ് വീക്കിൽ ചാൻസസ് ഉണ്ട്. ബട്ട് ഈ ഒരു റേഞ്ച്, ഈ ഒരു ഏരിയ, അതായത് ഈ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഫോർമേഷൻ കറക്റ്റായിട്ട് നടന്നിട്ടായിരിക്കാം ഫോൾ സംഭവിക്കുക. ചാൻസ് അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, വീക്കിലി ചാർട്ട് നോക്കുമ്പോഴും വീക്കിലി ചാർട്ടിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ലെവൽ തന്നെ ആയിരിക്കാം ഇത്. നോക്കട്ടെ, വീക്കിലി ചാർട്ടിലെ ഏകദേശം തന്നെ വീക്കിലി ചാർട്ട് ബേസ് ചെയ്തിട്ട്. ബട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്പൾസീവ് സെല്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ താഴെ പോകണം, 3888 ലെവൽ. ഓക്കെ, വീക്കിലി ചാർട്ട് നോ ഡിമാൻഡ് ക്യാൻഡിൽ ആക്റ്റീവ് ആണെങ്കിൽ ഗോൾഡ് നെക്സ്റ്റ് വീക്ക് ഫോൾ. ഇതാണ് ബേസ്ഡ് ഓൺ ഡെയിലി ക്യാൻഡിൽ. ടുഡേ ഡെയിലി ക്യാൻഡിൽ നമുക്ക് മനസ്സിലാവുന്ന മൂവ്മെൻറ്റ്. സോ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവലും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ബേസ്ഡ് ഓൺ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ ഇത് തന്നെയാണ് കാരണം. ഓവർസോൾഡ് കണ്ടീഷനിൽ നിന്നുള്ള റിജക്ഷൻ മാത്രമാണ്. ഓവർസോൾഡ് കണ്ടീഷനിലായിരുന്നു ഗോൾഡ്. ബേസ്ഡ് ഓൺ ഡെയിലി ക്യാൻഡിൽ അവിടെ നിന്നുള്ള റിജക്ഷനിൽ നിൽക്കുകയാണ് ഇപ്പോൾ. സോ മൺഡേ മോർണിംഗിൽ മാർക്കറ്റ് മേ ബി ഒരു 4010 ആ ഒരു ലെവല്. സോ ഈ ഒരു ഇൻവെർട്ടർ ഹാമറിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 4033 ലെവലിലേക്കുള്ള മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. 4033 ലെവൽ ഇൻവെർട്ടർ ഹാമറിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് പ്രീവിയസ് ഈ ഫ്രൈഡേയിൽ വീണിരിക്കുന്ന ഈ ഇൻവെർട്ടർ ഹാമറിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഉള്ള മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ അതിൽ. ഓക്കെ, സോ ഇതാണ് ഡെയിലി ക്യാൻഡിൽ നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ടുഡേ ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഗോൾഡ് ബുള്ളിഷ് എവിഡൻസുകളുണ്ട്. അതോടൊപ്പം തന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ട്, അതായത് ബിയറിഷ് എവിഡൻസ്. അതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് ഒരു ഫോൾ വന്നിട്ടില്ല. സോ ഇനി ഈ ഒരു ക്യാൻഡിലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഫോൾ ആണെങ്കിൽ ഗോൾഡ് മൂവ്സ് ബിലോ ദിസ് ലെവൽ. അതായത് ഈ ഒരു യെല്ലോ ലൈൻ, ഈ ഒരു ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, ബ്ലൂ ലൈനിൽ താഴേക്ക് മൂവ്മെൻറ്റ് വരും. അതായത് പ്രീവിയസ് നമുക്കിട്ടിരിക്കുന്ന സെല്ലിംഗ് എവിഡൻസിൻ്റെ ലോവർ ലെവലിനെ താഴേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ആ ക്യാൻഡിലിൻ്റെ ലോവർ ലെവലിൽ താഴേക്കുള്ള മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. അതായത് ഇനി ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ ഏതെങ്കിലും ഒരു ഡേയിൽ ബിയറിഷ് ക്യാൻഡിൽ മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ ഈ ഒരു സെല്ലിംഗ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഫോളിനുള്ള ചാൻസസ് ഉണ്ട്. ഇതാണ് ഇപ്പോഴും ഗോൾഡിൽ നമുക്ക് ടുഡേ ഡെയിലി ക്യാൻഡിൽ അനാലിസിസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് 4 ഹവറിലേക്ക് പോകാം. 4 ഹവറിൽ ഗോൾഡിലെ കണ്ടീഷൻ നോക്കാം. 4 ഹവർ ഇന്നലെ നമ്മൾ കണ്ടതാണ്. 4 ഹവറിലും ചെറിയ ടൈം ഫ്രെയിമുകളിൽ ഒരു ട്രയാങ്കിൾ മൂവ്മെൻറ്റ് അതേ രീതി തന്നെ ആയിരിക്കാം 4 ഹവറിലും. നോക്കാം, ചെക്ക് ചെയ്യാം 4 ഹവറിൽ എന്താ സംഭവം എന്നുള്ളത് നോക്കട്ടെ. ഫോർ ഹവറിൽ എവിഡൻസുകൾ ആദ്യം ചെക്ക് ചെയ്യാം. എവിഡൻസുകൾ നോക്കാം. സോ അതിനുശേഷം ക്യാൻഡിലിൻ്റെ ബേസ്ഡ് ഓൺ 4 ഹവർ.
സൂം ചെയ്യട്ടെ. ഓക്കെ. ബേസ്ഡ് ഓൺ 4 hour ഒരു ബുള്ളിഷ് എവിഡൻസ് ഉണ്ട്. ബുള്ളിഷ് എവിഡൻസ് കാണിക്കാം. ബേസ്ഡ് ഓൺ 4 hour ഒരു ബുള്ളിഷ് എവിഡൻസ് ഉണ്ട്. സോ അതിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് കഴിഞ്ഞു, മൂവ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. സോ ഒരു ബുള്ളിഷ് എവിഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദിസ് വൺ ഈസ് എ ബുള്ളിഷ് എവിഡൻസ്, ക്ലിയർ ബുള്ളിഷ് എവിഡൻസ്. അത് സമയം വന്നിട്ട് ഫ്രൈഡേ ലാസ്റ്റ്, അതായത് യെസ്റ്റർഡേ 3:30 AM ക്ലിയർ ബൈയിങ് എവിഡൻസ്. അതിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്. നെക്സ്റ്റ് ക്യാൻഡിലിൽ നോ സപ്ലൈ ക്യാൻഡിലാവുന്നു. അതിനുശേഷം ബുള്ളിഷ് മൂവ്മെൻറ്റ് കണ്ടോ. ഈ ഒരു ബൈയിങ് എവിഡൻസിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റാണ് ഇവിടെ വരെ ഉണ്ടായത് 4027 വരെ. ബട്ട് അതുണ്ടായത് ഇന്നലെ NY സെക്ഷനിലാണ്. ഓക്കെ. സോ അതിനുശേഷം എഗെയിൻ ഈ ക്യാൻഡിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു നോ സപ്ലൈ ക്യാൻഡിലായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടുമോറോ മൺഡേ മോർണിംഗിൽ ഈ ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ ഇതിനെ റെസ്പെക്ട് ചെയ്ത് മുകളിലോട്ട് മൂവ്മെൻറ്റ് വരാനാണ് ചാൻസ്. ഇനി ഇതിൽ ഒരു ട്രയാങ്കുലർ മൂവ്മെൻ്റ് ആണ്, ഒരു ഡിസെൻഡിങ് ട്രയാങ്കുലർ മൂവ്മെൻ്റ് ആണ് ഇതിൽ കാണുന്നത്. കാണിക്കാം ഞാൻ. സോ ഇങ്ങനൊരു മൂവ്മെൻ്റ് ആണ് ഇതിൽ കാണുന്നത് ഇപ്പോൾ. ഓക്കെ. 4 hour ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഗോൾഡ് 4 hour ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ. സോ ഈ ട്രയാങ്കിൾ എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതെന്ന് ബേസ് ചെയ്തിട്ടിരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് മൂവ്മെൻറ്റ്. ഓക്കെ. സോ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ അത് ഒരു സെൽ ഏരിയയിലേക്കുള്ള മൂവ്മെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സെൽ ഏരിയയിലേക്കുള്ള മൂവ്മെൻറ്റിലാണ് നിൽക്കുന്നത്. 4 hour ബേസ് ചെയ്തിട്ട് നമുക്ക് സെല്ലിംഗ് എവിഡൻസ് തരാനായിട്ട്, സെല്ലിംഗ് എവിഡൻസ്, ന്യൂ സെല്ലിംഗ് എവിഡൻസുകൾ ഒന്നും തന്നെ അതിൽ ഫോം ചെയ്തിട്ടില്ല. ബട്ട് പ്രീവിയസ് ഒരു ബുള്ളിഷ് എവിഡൻസ് ഉണ്ടായിരുന്നു. അതിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട്, അതായത് ഈ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റ്, അതായത് ഈ ഒരു ട്രയാങ്കുലർ രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, സോറി. ഓക്കെ. അതായത് ഈ ഒരു ലെവൽ വരുന്നു, ഇങ്ങോട്ട് വരുന്നു, ഇങ്ങോട്ട് വരുന്നു, ഇങ്ങനെയുള്ള മൂവ്മെൻറ്റിനാണ് ചാൻസ് കാണുന്നത്. ഓക്കെ. ബ്രേക്കൗട്ട് എവിടെ ഉണ്ടാവും നമുക്ക് നോക്കാം. അത് ബേസ് ചെയ്തിട്ട് ആ സമയത്ത്, അതായത് അറ്റ് ലൈവിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. 4 hour ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ആണ് ഇപ്പോഴും ഇതിൽ ഗോൾഡിൽ നിൽക്കുന്നത്. ട്രയാങ്കുലർ മൂവ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ. സോ ഇനി നമുക്ക് 1 hourലേക്ക് പോവാം. 1 hour നോക്കുമ്പോൾ 1 hourൽ ഫസ്റ്റ് നമുക്ക് എവിഡൻസുകൾ ചെക്ക് ചെയ്യാം. 1 hour ഇതിൽ ഈ ലെവലുകളെന്ന് പറയുമ്പോൾ ലെവലുകൾ വേണേൽ മാർക്ക് ചെയ്യാം. ലെവലുകൾ 4 hour ബേസ് ചെയ്തിട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡിമാൻഡ് ലെവൽ ഇവിടെ വരുന്നുണ്ട്, ദിസ് വൺ. ഓക്കെ. സോ സപ്ലൈ ലെവൽ എന്ന് പറഞ്ഞാൽ 4050, നേരത്തെ പറഞ്ഞല്ലോ 4050 വരെ മൂവ്മെൻറ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ട് 4050 വരെ മൂവ്മെൻറ്റ്, അതായത് മുകളിലോട്ട് ഈ മൂവ്മെൻറ്റ് മുകളിലോട്ട് ബ്രേക്കൗട്ടാണ് ഈസിയാണ്. 4050 ഈസിയാണ് ബ്രേക്കൗട്ട് അങ്ങോട്ടുണ്ടാവുക, മുകളിലോട്ടുണ്ടാവുക. കണ്ടോ, കറക്റ്റ് ട്രയാങ്കുലർ മൂവ്മെൻ്റ് ആണ്. അതിൽ കറക്റ്റ് ട്രയാങ്കുലർ മൂവ്മെൻ്റ് ആണ്. ഓക്കെ. സോ 1 hour ബേസ് ചെയ്യാം. 1 hourൽ നോക്കാം. 1 hourൽ എന്താ കണ്ടീഷൻ നോക്കട്ടെ. 1 hourലും അതേ മൂവ്മെൻറ്റ് തന്നെയാണ്, ട്രയാങ്കുലർ മൂവ്മെൻറ്റ് തന്നെയാണ്. അത് ചെറിയ ടൈം ഫ്രെയിമുകളിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതാണ് ആ മൂവ്മെൻറ്റ്. ചെറിയ ടൈം ഫ്രെയിമിൽ നമ്മൾ 15 മിനിറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഇന്നലെ ട്രേഡ് ചെയ്തതാണ്. ഓക്കെ. സോ ഇതാണ് കണ്ടീഷൻ. 1 hourൽ നോക്കുമ്പം 1 hourൽ എവിഡൻസുകൾ നോക്കുമ്പം പക്കാ ബൈയിങ് എവിഡൻസ്.
1 hour നോക്കുമ്പോൾ പക്കാ ബൈയിങ് എവിഡൻസ്. ദിസ് വൺ കണ്ടോ, ക്ലിയർ ബുള്ളിഷ് എവിഡൻസ് ആണ്. റെസ്പെക്റ്റഡ് മൂവ്മെൻറ്റ് വന്നിട്ടില്ല. 1 hour നോക്കുമ്പോൾ ക്ലിയർ ബുള്ളിഷ് മൂവ്മെൻ്റ് ഉണ്ട്. ഇതിനെ റെസ്പെക്റ്റ് ചെയ്തൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. സോ മൺഡേ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തൊരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ വീണ്ടും ഈ ഒരു ലെവൽ 4027 ലെവലിലേക്ക് മൂവ് ചെയ്യും. ഇതൊരു ഇൻവെർട്ടർ ഹാമറാണ്. സോ അതുകൊണ്ട് മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെയർ ഈസ് നോ സെല്ലിംഗ് എവിഡൻസ് ഇൻ ഗോൾഡ്. ഗോൾഡിൽ രണ്ട് നോ ഡിമാൻഡിന് ശേഷം ഒരു ഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമർ ക്യാൻഡിലായിരുന്നു. ഓക്കെ, സോ ഇനി ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് വരാനാണ് ചാൻസ്. ഓക്കെ, സോ ഈ ഒരു മൂവ്മെൻ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒള്ളി NY സെക്ഷന് മാത്രമാണ്. NY സെക്ഷൻ്റെ എൻഡിലേക്കുള്ള സമയത്താണ്. സോ അതുകൊണ്ട് ഇനി മൺഡേ മോർണിംഗിൽ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഷുവറായിട്ടും ഗോൾഡ് വിൽ മൂവ്സ് അപ്പ് അഗെയിൻ ടു ദിസ് ലെവൽ. ഓക്കെ, സോ ഇതാണ് 1 hour ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് തരാനുള്ള അനാലിസിസ്. 1 hour ബേസ് ചെയ്തും ഇങ്ങനെയാണ്, ഈ ഒരു ട്രയാങ്കുലർ മൂവ്മെൻറ്റ് തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഓക്കെ, സോ അതുകൊണ്ട് ഈ ട്രയാങ്കുലർ മൂവ്മെൻറ്റ് ആയത് കാരണം ഈ ഒരു ബൈയിങ് എവിഡൻസിനെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇതൊരു താഴോട്ട് ഫോള് വന്നതിന് ശേഷം അവിടുന്ന് ബൈ ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. കാര്യം നമുക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. കാര്യം ഓൾറെഡി നമ്മുടെ എവിഡൻസ് ഉണ്ടായതുകൊണ്ട് ഫോളിന് ശേഷം ബുള്ളിഷ് മൂവ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ട്രേഡ് പ്ലാൻ ചെയ്യണം. സോ നമ്മൾ ഇന്നലെയൊക്കെ അങ്ങനെ ചെയ്തായിരുന്നു. ഓക്കെ, അതേ രീതിയിൽ ചെയ്യണം. ഓക്കെ, സോ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ ഗോൾഡ് ഒരു സെൽ ഏരിയയിലേക്കുള്ള മൂവ്മെൻറ്റാണ് 1 hourൽ കാണിക്കുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ 1 hour. ഇനി നമുക്ക് നേരെ 30 മിനിറ്റിലേക്ക് മൂവ് ചെയ്യാം. 30 മിനിറ്റിലും സെയിം രീതിയിൽ തന്നെയാണ് മൂവ്മെൻറ്റ് നിൽക്കുന്നത്. 30 മിനിറ്റിൽ എവിഡൻസുകൾ ചെക്ക് ചെയ്യട്ടെ. എവിഡൻസ് നോക്കുമ്പോൾ ബേസ്ഡ് ഓൺ 30 മിനിറ്റ് there is no new selling evidence, അതായത് ബീറിഷ് എവിഡൻസ് ഒന്നും തന്നെ ഇല്ല, ബൈയിങ് എവിഡൻസും ഇല്ല. ദിസ് ഈസ് നോട്ട് ബൈയിങ് എവിഡൻസ് ഇൻ 30 മിനിറ്റ്. അത് 1 hourൽ മാത്രമാണ്. യെസ്, ദിസ് ഈസ് ഓൾസോ എ ബൈയിങ് എവിഡൻസ് ഇൻ 30 മിനിറ്റ്. 30 മിനിറ്റിലും അത് ബൈയിങ് എവിഡൻസ് ആണ്. റെസ്പെക്റ്റഡ് മൂവ്മെൻറ്റ് വന്നിട്ടില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായി, ബട്ട് അത് ഇൻവെർട്ടർ ഹാമറായി എൻഡ് ചെയ്യുകയാണ് ചെയ്തത്. ബിയറിഷ് ക്യാൻഡിലാണ്. സോ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടില്ല. സോ അതുകൊണ്ട് മേ ബി ഒരു 30 മിനിറ്റ് നോക്കുമ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട് ഉണ്ടാകാനുള്ള ചാൻസ്. ബ്രേക്കൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ അപ്പർ സൈഡിലേക്ക് ബ്രേക്കൗട്ട് വന്നാൽ നമ്മുടെ എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്യും. സോ ഇങ്ങനെ നിൽക്കുകയാണ്. 30 മിനിറ്റ് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ 30 മിനിറ്റിൽ എവിടെയും ഒരു സെല്ലിംഗ് എവിഡൻസ് എവിടെയും ഇല്ല. ദാറ്റ് മീൻസ് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം കുറച്ചൊന്ന് ഫോളോ വന്നതിന് ശേഷം ഇതിനെ, അതായത് ഈ ഒരു എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലോങ് പൊസിഷൻസ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കാം. സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കുമ്പോൾ ഗോൾഡ് 30 മിനിറ്റിൽ ബൈ ഏരിയയിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ സ്റ്റൊക്കാസ്റ്റിക്സ് RSI ബൈ ഏരിയയിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, കർവ് തിരിഞ്ഞിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് 30 മിനിറ്റ് ബേസ് ചെയ്യുമ്പോൾ ഓൾറെഡി ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ, അതായത് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു ഏരിയ വരെയുള്ള മൂവ്മെൻറ്റ് 27-28 ആ ഒരു ലെവലിലേക്കുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഇത് ബേസ് ചെയ്തിട്ട് ട്രേഡുകൾ ആ സമയത്ത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ പഴയ ഡ്രോയിങ്ങുകളെല്ലാം വീണ്ടെടുക്കാം. സോ ഇനി 15 മിനിറ്റ് ആണ്. 15 മിനിറ്റുള്ള അനാലിസിസ് നോക്കാം. അനാലിസിസിലേക്ക് മൂവ് ചെയ്യാം. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈമാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പഴയ ഡ്രോയിങ്ങുകൾ തിരിച്ചെടുക്കുകയാണ്. ഡ്രോയിങ് എല്ലാം ക്ലിയർ ചെയ്തതാണ്. സോ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് തിരിച്ച് നമ്മുടെ പഴയ ഡ്രോയിങ്ങുകൾ, നമ്മൾ ഓൾറെഡി അതിൽ കുറേ ഡ്രോയിങ്ങുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. കീ ലെവൽസുകൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് റിക്കവർ ചെയ്യുകയാണ്. ഓക്കെ, സോ
സോ ഇത് കണ്ട പ്രാന്താവും. സോ നമ്മൾ ഇന്നലെ എടുത്തത്, അതായത് ലൈവിൽ എടുത്ത ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രേഡാണ്. അത് 5 മിനിറ്റിന് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തത്. നോ എസ് എൽ ട്രേഡാണ്. അത് 1668 പിപ്പ് പ്രോഫിറ്റ്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ പേഴ്സണലി ഞാൻ എടുത്ത ട്രേഡുകളാണ്. ഓക്കെ, സോ ഇന്നലെ എൻഡ് ചെയ്തപ്പോഴും നമ്മളിങ്ങനെ ഒരു ട്രേഡ് സെറ്റ് ചെയ്തു. കാര്യം ഈ ട്രയാങ്കുലർ മൂവ്മെൻ്റ് ആയിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. വീണ്ടും ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ മൂവ്മെൻറ്റ്. 50 മിനിറ്റ് നോക്കുമ്പോൾ 50 മിനിറ്റിൽ എവിഡൻസുകൾ നോക്കാം. ഇതെല്ലാം ഒന്ന് കളയട്ട ലൈനുകൾ. ഇതെല്ലാം നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തതാണ്. പേഴ്സണലി ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്തതാണ്. ഓക്കെ, ട്രയാങ്കുലർ മൂവ്മെൻറ്റ് തന്നെയാണുള്ളത്. 15 മിനിറ്റ് നോക്കുമ്പോഴും ട്രയാങ്കുലർ മൂവ്മെൻറ്റ് തന്നെയാണ്. ഓക്കെ, സോ ഇങ്ങനെ അതായത് സോ ഗോൾഡ് 15 മിനിറ്റ് നോക്കുമ്പോൾ അവിടെ എവിഡൻസുകൾ ഒന്നും തന്നെ ഇല്ല. പ്രീവിയസ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഒരു ബൈയിങ് എവിഡൻസ് മാത്രമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഒരു സെല്ലിങ് എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. അത് നമ്മൾ ഇന്നലെ ലൈവിൽ മാർക്ക് ചെയ്തിട്ടതാണ് ഈ ഒരു എവിഡൻസ്. ഓക്കെ, ഈ ഒരു എവിഡൻസ് റെസ്പെക്റ്റ് ചെയ്യപ്പെടാതെ ഉണ്ട്. അതായത് ഈ ഒരു എവിഡൻസിന് റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഫോള് വന്നിട്ടില്ല. ഓക്കെ, ഓൾറെഡി ഒരു ബൈയിങ് എവിഡൻസ് ഉണ്ട്. ഇതാണ് ബൈയിങ് എവിഡൻസ്. അതിനെ റെസ്പെക്റ്റ് ചെയ്ത് അപ്പ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. പിന്നെ ക്ലിയർ റേഞ്ച് ഏരിയയിലാണ് നിൽക്കുന്നത്. ഗോൾഡിനെ ക്ലിയർ റേഞ്ച് ഏരിയയിലാണ് കാണിക്കാം. സോ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നവരെ ഞാൻ ട്രേഡ് ചെയ്തായിരുന്നു. ഓക്കെ, ലൈവ് ചെയ്തില്ല. ലൈവ് നമ്മൾ അതിന് മുമ്പ് എൻഡ് ചെയ്തു. കാര്യം വ്യൂവേഴ്സ് കുറവായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു റേഞ്ചിലാണ് ഗോൾഡ് 15 മിനിറ്റിലെ മൂവ്മെൻറ്റ് നിൽക്കുന്നത്. ഓക്കെ, സോ ഈ റേഞ്ച് ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ റേഞ്ച് ഏരിയ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈയിങ് എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത് മൂവ്മെൻറ്റ് വരും. ഓക്കെ, സോ അതല്ല ഫോള് താഴേക്ക് വരുവാണെങ്കിൽ പ്രീവിയസ് സെല്ലിംഗ് എവിഡൻസ് ഇതുണ്ടല്ലോ, ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഫോള്. ഇനി മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഒരു ഗ്യാപ്പിലാണെങ്കിൽ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഗ്യാപ്പ് വല്ലതും ആണെങ്കിൽ നല്ല താഴെ നിന്നായിരിക്കും ഇത് മൂവ്മെൻറ്റ് വരുന്നത്. ഓക്കെ, സോ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഗ്യാപ്പിൽ താഴെ നിന്നാണെങ്കിൽ ഈ ഒരു സെൽ എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് ആയിക്കഴിഞ്ഞു. ഓക്കെ, സോ ഇതാണ് ഗോൾഡ് 15 മിനിറ്റിന് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ്. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈം ഫ്രെയിമാണ്. പിന്നെ 5 മിനിറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്. ഇന്നലെ നമ്മൾ ഇങ്ങനെ ഒരു ട്രേഡ് എടുത്ത് നോ എസ് എൽ ട്രേഡ് ആയിരുന്നു ഇത്. നോ എസ് എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ, അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ട്രേഡുകളാണ് നമ്മൾ ചെയ്യാൻ പോവുള്ളൂ. ഇതുപോലുള്ള ട്രേഡുകൾ അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മൂവ്മെൻറ്റ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. ഇവിടുന്ന് ഒരു ഫേക്ക് മൂവ്മെൻറ്റ് മുകളിലോട്ട് ഉണ്ടായി, W മൂവ്മെൻറ്റ് ഉണ്ടായി. എങ്കിലും ഇത് ഇടിഞ്ഞു കഴിഞ്ഞാൽ 96 ലെവലിലേക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞു. 5 മിനിറ്റിൽ നമുക്കൊരു സെല്ലിംഗ് എവിഡൻസ് ഉണ്ടായിരുന്നു, അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്. സോ ഇതായിരുന്നു നമ്മൾ ഇന്നലെ പിടിച്ച മൂവ്മെൻറ്റ്. കണ്ടോ, ഈ ഒരു എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്ത്, ഈ സെൽ എവിഡൻസിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഫോളോ വരും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നലെ ഇങ്ങനെ ഒരു ട്രേഡ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇതുപോലുള്ള ട്രേഡ് എടുക്കാമെങ്കിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് SL-ൻ്റെ ആവശ്യമില്ല, നോ SL ട്രേഡാണ്. കണ്ടോ, ഈസി പിസി സെല്ല്. ഇങ്ങനെ വരുമ്പോഴുള്ള ട്രേഡ് എടുക്കണം, അതായത് കാത്തിരുന്ന് അത് പിടിക്കുന്നതായിരിക്കും നല്ലത്. പ്രോബബിലിറ്റി കുറഞ്ഞ ട്രേഡുകളെക്കാളും നല്ലത് അതായിരിക്കും. ഓക്കെ, 5 മിനിറ്റ് നോക്കുമ്പോൾ 5 മിനിറ്റ് ഗോൾഡിൽ 5 മിനിറ്റ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് പറഞ്ഞാൽ ഓൺലി NY സെക്ഷനിൽ മാത്രമാണ് 5 മിനിറ്റിൽ ട്രേഡ് ചെയ്യണത്. അല്ലാത്തപ്പോഴും നമ്മൾ റെഫറൻസിന് വേണ്ടി നോക്കിയാണ് മാത്രം ചെയ്യുന്നത്. NY സെക്ഷനിൽ വോളറ്റാലിറ്റി ഇല്ലാത്ത സമയത്ത് നമ്മൾ 15 മിനിറ്റിൽ തന്നെയാണ് തുടരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് 5 മിനിറ്റിൽ നമ്മളൊരു അനാലിസിസ് ചെയ്യാറില്ല. 15 മിനിറ്റിൻ്റെ സ്റ്റൊക്കാസ്റ്റിക്സ് ലെവൽ നോക്കട്ടെ, ഇമ്പോർട്ടൻറ്റ്. ബേസ്ഡ് ഓൺ 15 മിനിറ്റ് നോക്കുമ്പോഴത്തേക്ക് ഗോൾഡ് ഇൻ മൂവ് ടുവേഴ്സ് സെൽ ഏരിയ. ഓക്കെ, സോ ഈ 20 ലെവൽ താഴെ വന്നു കഴിഞ്ഞാൽ ക്ലിയർ സെൽ ഏരിയ. ഓക്കെ, സെൽ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ്. സോ ഇതാണ് കണ്ടീഷൻ നിൽക്കുന്നത്. ഇനി നമുക്ക് മൺഡേയിൽ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് നോക്കാം. ഇന്നലെയൊക്കെ ഈ ട്രയാങ്കുലർ മൂവ്മെൻ്റ് ആയിരുന്നു, അതായത് അസെൻഡിങ് ഡിസെൻഡിങ് ട്രയാങ്കുലർ മൂവ്മെൻ്റ് ആണ് ചെറിയ ടൈം ഫ്രെയിമുകളിൽ നോക്കുമ്പോൾ കാണുന്നത്. 4 അവർ നോക്കുമ്പോഴത്തേക്ക് ഒരു അസെൻഡിങ് ട്രയാങ്കുലർ മൂവ്മെൻ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഗോൾഡ് ബേസ്ഡ് ഓൺ പ്രൈസ് ആക്ഷൻ. സോ ഇനി വോളിയം ബേസ് നോക്കട്ടെ. വോളിയം ബേസ് നോക്കുമ്പോൾ സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴത്തേക്ക്
ബേസ്ഡ് ഓൺ വോളിയം ഗോൾഡ് ക്ലൈമറ്റിക് ആക്ഷൻ ഇൻ സെൽ. അൾട്രാ വോളിയം ഹൈ സെൽ ക്യാൻഡിലുകൾ വീഴും. ഓക്കെ, ബൈ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് അത് ഇഴഞ്ഞുള്ള മൂവ്മെൻറ്റുകളാണ്. ബൈ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് ചെറിയ ചെറിയ വോളിയത്തിലുള്ള ക്യാൻഡിലുകളാണ് വീഴുന്നതെങ്കിൽ സെൽ സൈഡിലേക്ക് വീഴുന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഹെവി അൾട്രാ വോളിയം ഹൈ ക്യാൻഡിലുകളാണ്. സോ അപ്പം ഷോർട്ട് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നതാണ് കുറച്ചും കൂടി ബുദ്ധി. ഓക്കെ, അതായത് എവിഡൻസോട് കൂടി ഷോർട്ട് ട്രേഡുകൾ കിട്ടുകയാണെങ്കിൽ ബെസ്റ്റ് അതാണ് ബൈ ട്രേഡ് എടുക്കുന്നതിനേക്കാളും. ബൈ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് വളരെ സ്ലോ മൂവ്മെൻ്റ് ആണ് ഇതിലുള്ളത്. വോളിയം ബേസ് നോക്കുമ്പോൾ സോ ഈ ക്യാൻഡിലൊക്കെ കണ്ട അൾട്രാ വോളിയം ഹൈ സെൽ ക്യാൻഡിൽ, ദാറ്റ് മീൻസ് ക്ലൈമറ്റിക് ആക്ഷൻ ഇൻ ഗോൾഡ് സെല്ലിലാണ്. ഓക്കെ, സോ ഇതാണ് പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് ചാർട്ട് ബേസ് ചെയ്തിട്ട് വോളിയം ബേസ് ചെയ്തിട്ടുള്ള ഗോൾഡിലെ അനാലിസിസ്. ഇനി നമുക്ക് ഫണ്ടമെൻ്റൽസ് നോക്കാം. ഗോൾഡിൽ അപ്കമിങ് വീക്കിലുള്ള ഫണ്ടമെൻ്റലുകൾ എന്തൊക്കെയാണ്, ഫണ്ടമെൻ്റലുകൾ ഗോൾഡിനെ അഫക്റ്റ് ചെയ്യാനുള്ള ഫണ്ടമെൻ്റലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ബേസ്ഡ് ഓൺ ഫണ്ടമെൻ്റൽ മൺഡേ ഡേറ്റ റിലീസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, ടൈം ഫിക്സ് ചെയ്യാൻ പറ്റാത്ത കാര്യം യു എസ് ഷട്ട് ഡൗൺ ആയത് കാരണം ടെൻഡേറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലീവ്ലാൻഡ് ഫെഡ് ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് ഇത് ഹൈ ഇമ്പാക്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ ഇമ്പാക്റ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല. ഡേറ്റ റിലീസ് ഉണ്ട് അന്ന്. ഓക്കെ, സോ നെക്സ്റ്റ് ട്യൂസ്ഡേ നോക്കാം. ട്യൂസ്ഡേയിൽ എന്തെങ്കിലും ട്യൂസ്ഡേയിൽ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ഉള്ളതെന്ന് വെച്ചാൽ ട്യൂസ്ഡേ ബാങ്ക് ഹോളിഡേ ആണ്. സോ ട്യൂസ്ഡേ ബാങ്ക് ഹോളിഡേ ആണ്, ഇത് ശ്രദ്ധിക്കണം. അതായത് NY സെക്ഷനിലെ ടൈമിലും വ്യത്യാസമായിരിക്കും അന്ന്. NY സെക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, സോ ട്യൂസ്ഡേയിൽ ബാങ്ക് ഹോളിഡേ ആണ്, US ബാങ്ക് ഹോളിഡേ ആണ്. സോ അതുകൊണ്ട് NY സെക്ഷനിൽ മാർക്കറ്റിൽ വോളറ്റാലിറ്റി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ അന്നൊരു ഡേറ്റ റിലീസ് 4:30 കാണിക്കുന്നുണ്ട്, NFIB സ്മോൾ ബിസിനസ് ഇൻഡെക്സ്. ഓക്കെ, സോ അത് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് നോക്കാം മാർക്കറ്റിൽ. ട്യൂസ്ഡേ വരണ ഏതാണ്, വെനസ്ഡേ വരുമ്പോഴത്തേക്ക്. സോ എന്തായാലും നമുക്കിതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്യാം. ഷോർട്ട് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വെനസ്ഡേയിൽ FOMC മെമ്പേഴ്സിൻ്റെ സ്പീക്ക് ഉണ്ട്. അത് വലിയ ഹൈ ഇമ്പാക്റ്റ് ഒന്നുമില്ല. പോൾ സ്പീച്ച് ആണെങ്കിൽ ഹൈ ഇമ്പാക്റ്റ് ആണ്. ഓക്കെ, ദീസ് 10-year ബോണ്ട് ഓപ്ഷൻ എന്ന് പറയുന്ന സാധനം അത് ഒരു ഇമ്പോർട്ടൻ്റ് ഫണ്ടമെൻ്റലാണ് 11:30 വെനസ്ഡേ. ഓക്കെ, തേഴ്സ്ഡേയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ട്യൂസ്ഡേയിൽ ഒരു ബാങ്ക് ഹോളിഡേ വരുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. ട്യൂസ്ഡേയിൽ ബാങ്ക് ഹോളിഡേ ആണെങ്കിൽ അന്ന് മാർക്കറ്റ് ഭയങ്കര ഇഴഞ്ഞുള്ള മൂവ്മെൻ്റ് ആയിരിക്കും. അതായത് ഇന്നും നാളെയും BTCയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്കറിയാം സാറ്റർഡേ സൺഡേയിലുള്ള മൂവ്മെൻറ്റ് അതേമാതിരിയുള്ള മൂവ്മെൻ്റ് ആയിരിക്കും വരിക. വളരെ സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ 3 ഡേറ്റ എന്ന് പറഞ്ഞാൽ ഈ 1, 2, 3, 4 ഈ 4 ഡേറ്റ എന്ന് പറഞ്ഞാൽ ഹൈ ഇമ്പാക്റ്റ് ഡേറ്റ ആണ്. ഹൈ ഇമ്പാക്റ്റ് ഡേറ്റ മാർക്കറ്റിനെ പിടിച്ച് കുലുക്കണ സാധനങ്ങൾ തന്നെയാണ്. ബട്ട് അത് ഫിക്സ് ചെയ്തിട്ടില്ല. കാര്യം ഈ US ഷട്ട് ഡൗൺ കാരണം അത് ഫിക്സ് ചെയ്തിട്ടില്ല. അത് തേഴ്സ്ഡേയിൽ റിലീസ് ആവുകയാണെങ്കിൽ എൻ്റയർ സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റ് മൊത്തത്തിൽ മറിയും. അതായത് ഈ അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിം എന്നൊക്കെ പറയണത് ഹൈ ഇമ്പാക്റ്റ് ഡേറ്റ ആണ്. ഓക്കെ, സോ അതാണ് നമ്മൾ തേഴ്സ്ഡേയിൽ പ്രതീക്ഷിക്കുന്നത്. തേഴ്സ്ഡേയിൽ അത് ഉണ്ടാവുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ല മൊമെൻറ്റം ഉണ്ടാവും. അങ്ങനെ ആ ഡേറ്റ അന്ന് റിലീസ് ആവുകയാണെങ്കിൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഇനി ഫ്രൈഡേയിൽ നോക്കാം. ഫ്രൈഡേയിൽ വരുമ്പോൾ ഫ്രൈഡേ ഹൈ ഇമ്പാക്റ്റ് ഡേറ്റ ഉണ്ട്. ബട്ട് അതെല്ലാം ടെൻഡേറ്റീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഫിക്സ് ചെയ്തിട്ടില്ല US ഷട്ട് ഡൗൺ കാരണം. ഓക്കെ, ഇതും ഹൈ ഇമ്പാക്റ്റ് ഡേറ്റകൾ തന്നെയാണ് ഈ PPI ഡേറ്റ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ 1, 2, 3, 4 ഈ 4 ഡേറ്റ എന്ന് പറഞ്ഞാൽ ഹൈ ഇമ്പാക്റ്റ് ഡേറ്റ ആണ്. അപ്പം നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഫണ്ടമെൻ്റലുകളുണ്ട്. ആ ഫണ്ടമെൻ്റലുകൾ റിലീസ് ചെയ്യുന്നതിലുള്ള
ടൈം ഫിക്സിങ് മാത്രമേ ഉള്ളൂ പ്രശ്നമുള്ളത്. കാരണം എന്ന് വെച്ചാൽ US ഗവൺമെൻറ്റിൻ്റെ ഷട്ട് ഡൗൺ കാരണം. ഇതാണ് നിലവിൽ ബേസ്ഡ് ഓൺ ഫണ്ടമെൻ്റൽ ഗോൾഡ് നെക്സ്റ്റ് വീക്ക് അഫക്റ്റ് ചെയ്യുന്ന ഫണ്ടമെൻ്റലുകൾ ഉള്ളത്. അതോടൊപ്പം ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നോക്കണം. അതോടൊപ്പം റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കണം. മാർക്കറ്റ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കാം. ഗോൾഡിലെ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. കോഡ് ഡേറ്റ കിട്ടത്തില്ല. കോഡ് ഡേറ്റ കാര്യം ഈ US ഷട്ട് ഡൗൺ കാരണം കോഡ് ഡേറ്റ അവൈലബിൾ അല്ല. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നോക്കാം. സോ ലാസ്റ്റ് സോ ബേസ്ഡ് ഓൺ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ലാസ്റ്റ് സെൻറ്റിമെൻറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ മോർ ബയേഴ്സ് 69.91% മോർ ബയേഴ്സ് ഓപ്പൺ ബൈ പൊസിഷൻ. ദാറ്റ് മീൻസ് പ്രൈസ് വിൽ ഫോൾ അഗൈൻ. ഇത് നല്ലൊരു പെർസെൻറ്റേജ് തന്നെയാണ്. 69-70% എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൽ മോർ ബയേഴ്സാണ്. ബയേഴ്സ് മീൻസ് പ്രൈസ് ഫോൾ ചെയ്യാനുള്ള ചാൻസാണ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ്. ലാസ്റ്റ് മൊമെൻറ്റിലുള്ള മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതോടൊപ്പം റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കട്ടെ. റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഗോൾഡ് നോക്കുമ്പോൾ പുട്ട് ആൻഡ് കോൾ റേഷ്യോ നോക്കുമ്പോൾ പുട്ട് ആൻഡ് കോൾ റേഷ്യോ അപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, സോ BTC ഗോൾഡ് റേഷ്യോ നോക്കാം. BTC ഗോൾഡ് റേഷ്യോ നോക്കിയാൽ BTC ഗോൾഡ് റേഷ്യോ ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് കഴിഞ്ഞാൽ റിസ്ക് ഓഫ് സെൻറ്റിമെൻറ്റ്സ് ആണ്. BTC നല്ല ഫോളാണ് കാണിക്കുന്നത്. ഓക്കെ, BTC ഗോൾഡ് റേഷ്യോ നോക്കുമ്പോൾ സോ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ആണ് നമുക്ക് നോക്കട്ടെ. ഓക്കെ, ഇതൊന്ന് സൂം ചെയ്ത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഓക്കെ, ഫുൾ സ്ക്രീൻ നോക്കാം. ഗോൾഡ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ മോർ സെല്ലേഴ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, മോർ സെല്ലേഴ്സ്. ഓക്കെ, റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോൾ മോർ സെല്ലേഴ്സ് ആണ് കാണിക്കുന്നത്. അപ്ഡേറ്റ് ടൈം നോക്കാം.
ഗോൾഡ് ഒള്ളി നോക്കാം. ഗോൾഡ് ഒള്ളി ഓക്കെ. ഗോൾഡ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് ഇതാണ് അവസ്ഥ. കണ്ടല്ലോ, റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് മോർ സെല്ലേഴ്സും 31.4% ബയേഴ്സ്. ഇതാണ് റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നത്. പുട്ട് ആൻഡ് കോൾ റേഷ്യോ നോക്കാം. സോ മോർ പുട്ടാണെങ്കിൽ ദാറ്റ് മീൻസ് വി ആർ കൺസിഡേർഡ് മാർക്കറ്റ് ആസ് എ ബിയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ മാർക്കറ്റിൽ മോർ പുട്ട്സ് ആണെങ്കിൽ മാർക്കറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബുള്ളിഷ് ആയിട്ടാണ്. Number is displayed above 1, sentiments is generally more bearish, and if the number is below 1, then sentiments is generally more bullish. Okay, so ഈ ഒരു ലെവലുണ്ടോ, ഈ ഒരു ലെവലാണെങ്കിൽ ബിയറിഷ് ആണ്. അതായത് മോർ 1-ന് മുകളിലായി കഴിഞ്ഞാൽ പുട്ട് ആൻഡ് കോൾ റേഷ്യോ ഈ ഒരു ലെവലിലാണെങ്കിൽ, സോ നൗ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ന്യൂട്രൽ സെൻറ്റിമെൻറ്റ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ന്യൂട്രൽ സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ന്യൂട്രൽ സെൻറ്റിമെൻറ്റ്സിലാണ്. സോ ലോവർ ഈ ഒരു ലെവലിലാണെങ്കിൽ ബുള്ളിഷ്. ഓക്കെ, ഈ ഒരു ലെവലിലാണെങ്കിൽ ബുള്ളിഷ്. ഇത് പുട്ട് ആൻഡ് കോൾ റേഷ്യോ ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബിയറിഷ്. ഓക്കെ, ഇങ്ങനെയാണ് ബേസ്ഡ് ഓൺ പുട്ട് ആൻഡ് കോൾ റേഷ്യോയിൽ നമുക്ക് മൂവ്മെൻറ്റ് മനസ്സിലാക്കുന്നത്. പുട്ട് ആൻഡ് കോൾ റേഷ്യോ നോക്കുമ്പോഴത്തേക്ക് ഗോൾഡ് നൗ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ മൂവ്മെൻറ്റിലാണുള്ളത്. ഓക്കെ, ഇതാണ് BTC ഗോൾഡ് റേഷ്യോ വരുന്നത്. BTC ഗോൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫോൾ ഹെവി ഫോൾ. ഓക്കെ, സോ പിന്നെ റിസ്ക് ഓഫ് സെൻറ്റിമെൻറ്റ്സ്. BTC മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BTC സെല്ലിലാണ് ഓൾമോസ്റ്റ്. കോഡ് ഡാറ്റ കിട്ടത്തില്ല, നോക്കട്ടെ. കോഡ് ഡാറ്റ അവൈലബിൾ അല്ല. കോഡ് ഡാറ്റ ഇത് അപ്ഡേറ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. സെപ്റ്റംബർ കോഡ് ഡാറ്റ അപ്ഡേറ്റഡ് അല്ല. കോഡ് ഡാറ്റ നോക്കുമ്പോൾ September 26 ആണ് ലാസ്റ്റ് അപ്ഡേറ്റ്. അപ്ഡേറ്റഡ് ഡാറ്റ കിട്ടത്തില്ല. സ്മാർട്ട് മണി ഇൻഡിക്കേറ്റർ നോക്കാം. സീസണാലിറ്റി മൂവ്മെൻറ്റ് നോക്കാം.
ഗോൾഡ് ഹീറ്റ് മാപ്പ് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് 0.47%-ൻ്റെ എന്താണ് ബുള്ളിഷ്. ഓക്കെ, ഗോൾഡ് സിൽവർ സ്കാനറും കൂടി വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നോക്കട്ടെ, അത് അവൈലബിൾ അല്ല. അപ്പം ഫ്രീ കിട്ടുന്ന എല്ലാം നോക്കാറുണ്ട്. ഓക്കെ, സോ ഓക്കെ, സോ ഇതാണ് ബേസ്ഡ് ഓൺ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സ്, അതുപോലെ തന്നെ പുട്ട് ആൻഡ് കോൾ റേഷ്യോ ബേസ് ചെയ്തിട്ട് ഒരു ന്യൂട്രൽ പൊസിഷനിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഗോൾഡിൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ള അനാലിസിസ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എനി ക്വയറീസ് യു ക്യാൻ ആസ്ക്. ഓക്കെ, സോ ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ ഈ ലൈവ് എൻഡ് ചെയ്യും. സോ ഓൺലി 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ ഒരു അനാലിസിസ് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും ഷുവറായിട്ട്. ഓക്കെ, സോ എന്തെങ്കിലും ക്വയറീസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഓൺലി 4 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലൈവ് എൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ 4 മിനിറ്റിൽ എന്തെങ്കിലും നമ്മുടെ ഈ ഒരു വീക്കിലി അനാലിസിസിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും എനി ക്വയറീസ് യു ക്യാൻ ആസ്ക്. ഓക്കെ, സോ നമ്മൾ ഈ ലൈവ് എൻഡ് ചെയ്യുകയാണ്. സോ ഇനി നമ്മൾ നിഫ്റ്റി 50യുടെ ഒരു അനാലിസിസ് ടുഡേ ഓർ ടുമാറോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മേ ബി ടുമാറോ